നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കോഴിയുടെ കാൽസ്യം ഡെഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ കാൽസ്യം ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഇവർക്ക് കാൽസ്യം പൗഡർ കൊടുക്കണം. കാരണം ഈ മുട്ടയിടുന്ന കോഴിയൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് കാൽസ്യമാണ്. കാൽസ്യം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് മുട്ടയുടെ ഷെല്ല് രൂപപ്പെടുത്തുവാൻ പറ്റത്തില്ല. അപ്പോൾ അത് വരുമ്പോൾ ഷെല്ലിനും ബലക്കുറവുണ്ടാവും, മുട്ട കൊത്തി കുടിക്കുന്ന സ്വഭാവങ്ങളുണ്ടാവും, പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പാക്കറ്റ് തീറ്റ കൊടുക്കുന്ന ലെയർ തീറ്റ കൊടുക്കുന്നവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും BB3Tക്ക് ആ കാൽസ്യം മതിയായി വരുന്നില്ല. കാരണം ഇവർ എല്ലാ ദിവസവും മുട്ടയിടുന്നത് കൊണ്ട് തന്നെ അത് മുട്ട പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് കാൽസ്യം അവർക്ക് ഒത്തിരി വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്ന് വിപണിയിൽ ഒരുപാട് കാൽസ്യം സപ്ലിമെൻറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും കാൽസ്യം അതിനൊക്കെ ഭയങ്കര പൈസ വരത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ 100 കോഴിക്ക് കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റൊക്കെ ആണെങ്കിൽ ഒരു 30 ml കൊടുത്താൽ മതി. ഏത് സപ്ലിമെൻ്റ് ആയാലും 30 മുതൽ 50 ml വരെ കൊടുത്താൽ മതി. 30-നും 50-നും ഇടയിൽ 100 കോഴിക്ക് ഏത് കാൽസ്യം സപ്ലിമെൻ്റ് ആയാലും 30 ml മുതൽ 50 ml വരെ കൊടുത്താൽ മതി. ഒരു ദിവസത്തെ ഡോസേജാണ്. അതേപോലെ തന്നെ പൗഡർ ആണെങ്കിൽ ഏത് സപ്ലിമെൻ്റ് ആയാലും പൗഡർ രൂപത്തിലുള്ള സപ്ലിമെൻ്റ് ആണെങ്കിൽ 10 കോഴിക്ക് 1 സ്പൂൺ, അതായത് 10 കോഴിക്ക് 10 ഗ്രാം. അപ്പം മനസ്സിലാക്കുക, 10 കോഴിക്ക് 10 ഗ്രാം, അതായത് 100 കോഴിക്കാണെങ്കിൽ 100 ഗ്രാം എന്നുള്ള രീതിയിലാണ്. ഒരു കോഴിക്ക് 1 ഗ്രാം എന്നുള്ള അളവിലാണ് പൗഡർ രൂപത്തിലുള്ള കാൽസ്യം സപ്ലിമെൻറ്റുകൾ എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ പേര് പറയാത്തതെന്ന് പറഞ്ഞാൽ പലരും അത് നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതെന്ന് പറയാം. അങ്ങനെയല്ല. എന്നാലും ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഓസോമിൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റുകളാണ് ഓസോമിൻ. അപ്പോൾ ഓസോമിൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഗ്രോയ് പ്ലസ് എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് കൂടെ ഉപയോഗിക്കണം. അതേപോലെ ഓസ്റ്റോവേറ്റ് ഫോർട്ട് ഉണ്ട്, അഗ്രിമിൻ ഫോർട്ട് ഉണ്ട്, ഓർക്കാൾ പി ഉണ്ട്. ഇങ്ങനെ ഏത് സപ്ലിമെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.